ഇന്നത്തെ വിശിഷ്ട അതിഥി ആരാണ്? നമുക്കെല്ലാം ഒരുപാട് പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ്. നമ്മുടെ കുറെ നാൾ മുമ്പ് നമ്മുടെ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വേദിയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഇദ്ദേഹത്തോടൊരു സ്പെഷ്യൽ ആയിട്ട് ഒരു ഇഷ്ടം കൂടുതലുണ്ട്. കൂടുതൽ ഇൻട്രൊഡക്ഷൻ സിമ്പിൾ ആണോ? യെസ്. പവർഫുൾ? യെസ്. എങ്കിൽ സംശയമില്ല, ടിനി ടോം. യെസ്. സ്വാഗതം ടിനി ടോം. പോസിറ്റീവ് എനർജിയുമായിട്ട് ചിരിയുടെ രാജകുമാരൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. വീണ്ടും സ്വാഗതം ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വേദിയിലേക്ക്. താങ്ക് യു. ഈ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു ബൾബ് കത്തണമെങ്കിൽ പോസിറ്റീവും നെഗറ്റീവും വേണം. ഞാൻ പോസിറ്റീവ് ആവാം, കലേഷ് നെഗറ്റീവ് ആയിക്കോ. അപ്പൊ ബൾബ് കത്തട്ടെ. ഞാൻ ന്യൂട്രൽ. ഇതാണ് ബൾബ്. ഓ ഞാൻ താങ്ക് യു. ഈശ്വര, ഈ ബൾബ് ഇന്നെങ്കിലും കത്തണേ. ട്യൂബ്ലൈറ്റ് എവിടെ നിന്ന് കത്തിക്കോട്ടെ. എന്താണ്? ഒന്നുമില്ല, അല്ല പോകാറായിട്ടില്ല. ഇവിടെ തിരിച്ചേട്ടം വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർ പ്രതീക്ഷിക്കും. പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് ആണ്. അത് പറയാൻ പറ്റില്ല. ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്ന പെർഫോമൻസ് ആണ് ഇവിടെ നടക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് ഞാനൊരു കരടാവണം ഇനി. ഇല്ല, എന്തെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും ഒരു പെർഫോമൻസ് എങ്കിലും നമ്മുടെ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ടാവും. അപ്പൊ എന്തെങ്കിലും ഒരു ചെറിയ പെർഫോമൻസ് ഞാനിത് അവതരിപ്പിച്ചിട്ടുള്ള സംഭവമാണ്. വീണ്ടും ഇത് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു സംഭവം, അതായത് ഇപ്പോൾ സിനിമയും രാഷ്ട്രീയം ഒന്നായിരിക്കുകയാണ്. കാരണം സിനിമയിൽ നിന്ന് 2 MLA മാരും 2 MP മാരും ഉണ്ട്. ഇപ്പോൾ ഗണേഷ് ചേട്ടനും മുകേഷ് ചേട്ടനും ഉണ്ട്. അതുപോലെ തന്നെ സുരേഷ് ഗോപി നമുക്കൊരു MP ആണ്, ഇന്നസെൻ്റ് ഏട്ടൻ MP ആണ്. അപ്പോൾ ഇത് രണ്ടും ഒന്നായതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ VS സഖാവിൻ്റെ ഏറ്റവും വലിയ വിനോദം എന്ന് പറയുന്നത് ചില രാഷ്ട്രീയ നേതാക്കളുടെ പേര് പറഞ്ഞാൽ അത് അവർക്ക് ചേരുന്ന സിനിമാ പേര് പറയും. അവർക്ക് ചേരുന്ന കറക്റ്റ് സിനിമാ പേര് പറയുന്നു. നിങ്ങൾ ഇഷ്ടമുള്ള ചോദിച്ചോ. അപ്പൊ VS വന്ന് നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു ശൈലി അറിയാലോ. ഈ അടുത്ത പാലക്കാട് വന്നപ്പോ ഒരു കൊച്ചുകുട്ടി ചോദിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിൽ വ്യത്യാസം എന്താണെന്ന്. അപ്പൊ അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: കോൺഗ്രസ്സുകാര് എനിക്കെതിരെ കള്ളക്കേസ് കൊടുത്ത എന്നെ അകത്താക്കാൻ നോക്കുന്നു, കമ്മ്യൂണിസ്റ്റുകാര് എനിക്കെതിരെ കള്ളക്കേസ് കൊടുത്ത എന്നെ പുറത്താക്കാൻ നോക്കുന്നു. ഫലത്തിൽ 2-1 തന്നെ. അപ്പൊ ഇതാണ് അദ്ദേഹത്തിന്റെ ശൈലി. അപ്പൊ ഇനി അദ്ദേഹത്തിനോട് ചില രാഷ്ട്രീയ നേതാക്കളുടെ പേര് ചോദിക്കുക, അവർക്ക് ചേരുന്ന സിനിമാ പേര് പറയും. ചോദിച്ചോളൂ. ഉമ്മൻചാണ്ടി, സപ്തമശ്രീ തസ്കര, പിണറായി വിജയൻ, പുലിമുരുകൻ, കെ ബാബു, കെ മാണി, അരക്കള്ളൻ, മുക്കാക്കള്ളൻ, PJ ജോസഫ്. സംസാരം ആരോഗ്യത്തിന് ഹാനികരം. പണ്ട് ഫ്ലൈറ്റിൽ നടന്ന കേസ് ഓർമ്മയില്ലേ? നരേന്ദ്രമോദി, ഉലകം ചുറ്റും വല്ലീഭൻ. അടിപൊളി. കഴിഞ്ഞ സർക്കാരിനെ താഴെ ഇറക്കിയ സരിത നായർ. സരിത എസ് നായർ. ധമാർ പഠാ. ഇന്ന് കലേഷേട്ടന്റെ മുഖത്ത് പതിവില്ലാത്തൊരു സന്തോഷം. എന്താണ്? ആണോ? ഉണ്ടോ? സന്തോഷം ഉണ്ടോ? ഇന്ന് എന്റെ വിവാഹ വാർഷികമായിരിക്കും. ഓ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു ശ്രീത. താങ്ക് യു. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ആരോ വിളിക്കുന്നുണ്ട്. രാവിലെ മുതൽ ചെലവ് ചെയ്യാനായിട്ട് എന്റെ ഫ്രണ്ട്സ് ആയിരിക്കും. ട്രീറ്റ് കൊടുക്കാനേ. വെഡിങ് ആനിവേഴ്സറി അല്ലേ? എന്താടാ? എപ്പോ? ഇങ്ങോട്ടോ? എന്തിന്? അയ്യോ, ശരി. ഫ്രണ്ട്സ് ആയിരിക്കും. ട്രീറ്റ് വെച്ച് വിളിക്കണതാ. പിശുക്കൻ എന്ന് പറഞ്ഞ അർത്ഥ കഴിക്കും, ഉപ്പേക്കില്ല. അതല്ല ശ്രദ്ധ, ഒരു പ്രശ്നമുണ്ട്. എന്താ? ഷാജി പാപ്പൻ ജയിലിൽ ആടിയേക്കാ. അയാൾ ഇങ്ങോട്ടാ വരുമെന്ന് പറഞ്ഞേ. അയാൾ ഇങ്ങോട്ട് വന്നതിന് കലേഷേട്ടൻ എന്താ? അല്ല, അതൊരു പ്രശ്നം ഉണ്ടെന്നേ. ഒരു പഴയ കണക്കാ അത്. എന്താ? എന്നെ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ കൊല്ലും. അയ്യോ, എന്തു പറ്റി? അയ്യോ, അതൊരു പഴയ കഥയാ. ഇനിയിപ്പോ ഞാൻ കലേഷേട്ടനെ എന്താ കൊന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതാണ് ഇനി ഈ ഷോ എങ്ങോട്ട് പോകുന്ന എനിക്ക് അറിയാൻ പാടില്ലാത്ത. ഞാനിപ്പോ എന്താ ചെയ്യാ? ഒരു സെക്കൻഡ്, ഫോൺ ഒന്ന് തരുമോ? ഹലോ, ഞാനാ ശ്രുതയാ. എന്താ വിളിച്ചെന്നോ? ഞാനൊരു ആവശ്യം വരുമ്പോ എന്തായാലും വിളിക്കുന്നു പറഞ്ഞല്ലേ. പൈസയാ? അത് കുഴപ്പമില്ല, അത് ഓക്കെയാ. ഉദ്ദേശിക്കണേക്കാൾ എന്തായാലും കൂടുതൽ കിട്ടും. ശരി, ഓക്കെ. ഗുണ്ടയല്ല, എന്റെ ഒരു ഫ്രണ്ടാ. കലേഷേട്ടൻ പോയ ആങ്കറിങ്ങിന് വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വിളിച്ചതാ. അതല്ല, കലേഷേട്ടൻ പോയാലും പരിപാടി മുമ്പോട്ട് പോണ്ടേ. എനിക്കു നേരെ എടുത്തു ചൂണ്ടിയ കറുത്ത വിരലുകളെ മാറ്റാൻ പോയി ചെയ്തിരിക്കയാണ് ഞാൻ.
അയ്യോ എന്താ പറ്റിയേട്ടാ? എന്താ പറ്റിയേ? കാലത്തെ ആ. പെണ്ണുമ്പോൾ ഒരു അരി കൊണ്ടുണ്ടാക്കി തന്നു. ഒറ്റ കടിക്കാണ് അപ്പൊ മരം പറഞ്ഞു വീണാരി അങ്ങ് പറഞ്ഞു വീണു. എന്നാ പിന്നെ അരി കൊണ്ട് കഴിക്കാണ്ടിരുന്നാ പോരെ? ആ എന്നിട്ട് വേണം ബാക്കി പല്ലും കൂടെ അവളെ അടിച്ചു പൊഴിക്കാനായിട്ട്. അത് ആരാ? ചേട്ടൻ ആരാ? ഞാൻ ഈ റോഡ് സൈഡിലൊക്കെ ഈ കരിക്കൊക്കെ വെട്ടി കൊടുക്കുന്ന ആളാണോ? ചേട്ടാ 2 കരിക്ക്, അതിൽ 1 കാമ്പുള്ളത് വേണം. അതിന് വഴുമ്പലൊക്കെ ഇങ്ങനെ കഴിക്കാൻ പറ്റുന്ന ടൈപ്പ്. ഞാൻ ആരാ നിനക്ക് മനസ്സിലായടാ? ഇല്ല. നീ ഷാജിപ്പാപ്പൻ നീ കേട്ടോടാ? കേട്ടു. ആ ഷാജിപ്പാപ്പന്റെ കാവൽ നായടാ ഞാൻ. കാവൽ നായ കണ്ടാലും തോന്നും. എടാ ഷാജിപ്പാപ്പന്റെ അരിമ ശിഷ്യനാന്ന്. അരിമ ശിഷ്യൻ. ഇട ഈ അരിമ ശിഷ്യന്റെ അർത്ഥം എന്നാന്ന് പറയാം? അറിഞ്ഞൂടാ. അരിഞ്ഞു കളയുന്ന ശിഷ്യൻ. ചേട്ടന്റെ പേരെന്താ? എന്റെ പേരോ പഴങ്കഞ്ഞി ബിനു. പഴങ്കഞ്ഞി ബിനുവോ? അതെന്താ അങ്ങനെ വിളിക്കുന്നത്? അങ്ങനെയാ. എനിക്ക് കൊട്ടേഷൻ കഴിഞ്ഞിട്ട് പൈസ കിട്ടിയില്ല ഞാൻ ക്ഷമിക്കും. നേരം വെളുത്തിട്ട് എനിക്ക് പഴങ്കഞ്ഞി കിട്ടിയില്ലേണ്ടല്ലോ, നിലത്ത് കിടന്ന് ഞാൻ ഉരുളും. അതുകൊണ്ടാണ് എനിക്ക് പഴങ്കഞ്ഞി ബിനു എന്ന് പേരിട്ടാണ്. അല്ല കൊട്ടേഷനൊക്കെ പോകാറുണ്ടോ? പിന്നെ കൊട്ടേഷന് പോകാറുണ്ടോന്നോ? ഞാൻ ഭയങ്കര കൊട്ടേഷൻ ടീമല്ലേ. എന്റെ മീശ കണ്ട് അറിയാൻ പാടില്ല കൊട്ടേഷൻ ടീമാന്ന്. കയ്യിലിരിക്കുന്ന വാള് കണ്ട് അറിയാൻ പാടില്ല കൊട്ടേഷൻ ടീമാന്ന്. ഇങ്ങനെ മടക്കി വെച്ചിട്ട് അറിയാൻ പാടില്ല കൊട്ടേഷൻ ടീമാന്ന്. കയ്യിൽ മുണ്ട് ടീഷർട്ട് ഇത് കണ്ടിട്ട് അറിയാൻ പാടില്ല ഞാൻ കൊട്ടേഷൻ ടീമാന്ന്. ഞാൻ കൊട്ടേഷൻ ടീമാണ്. അല്ല സാധാരണ ഗുണ്ടകളൊക്കെ ഇങ്ങനെയല്ലേ മീശ വരുത്താറ്? ഈ ചേട്ടൻ താഴത്തേക്ക് ഇങ്ങനെ വെച്ചേക്കണേ? ഞങ്ങൾ വെറൈറ്റി ഗുണ്ടകളാ. ഈ മീശ ഇവിടം വരെ വളർത്തും. ഒന്നാമത് കൊട്ടേഷൻ ടീം എപ്പോഴും അടിയും കുത്തും ബഹളം അല്ലേ. വീട് കഴിഞ്ഞാൽ ആരുടെ ആശ്രയം കൂടാതെ ഇങ്ങനെ പിടിച്ചെഴുന്നേക്കാൻ വേണ്ടിയിട്ടാണ് ഈ മീശ ഇങ്ങനെ താഴത്തേക്ക് വളർത്തുന്നത്. ചേട്ടൻ അപ്പൊ ശരിക്കും ഇതുകൊണ്ട് ആളുകളെ വെട്ടുവോ? പിന്നെ ഇല്ല, ചക്ക വെട്ടിയിട്ട് കുരു ഇങ്ങനെ വേണ്ടി ചക്കുരു മാങ്ങിയിട്ട് ഞാൻ കറി വെക്കാൻ വേണ്ടി കൊണ്ടുവന്ന കൈ കത്തി. എന്നാ വർത്താനം നിങ്ങൾ ഈ കോട്ടപ്പള്ളി സുലൈമാൻ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എനിക്കറിയാം. വലിയ ഗുണ്ട പേര് കേട്ട ഗുണ്ട. കഴിഞ്ഞ ദിവസം ഞാൻ ഓമനുമായിട്ട് ഒന്ന് കോർത്തു മോനെ. കോട്ടപ്പള്ളി സുലൈമാനുമായിട്ട് ഞാൻ കോർത്തു. വേറെ ഒന്നുമല്ല, ഞാൻ മാർക്കറ്റിൽ നിന്ന് ഞാൻ ഒരു വാളയുടെ തല ഞാൻ പറഞ്ഞു 200 രൂപയ്ക്ക് ഞാനത് എടുക്കാൻ പോകുന്നു. വിമം വന്നു പറയാ ഞാൻ 300 രൂപയ്ക്ക് അത് വില പറഞ്ഞു വെച്ചേക്കണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അത് നടക്കില്ല 200 രൂപയ്ക്ക് ഞാനിത് മേടിക്കുന്നു. അവൻ പറയാ 300 രൂപയ്ക്ക് ഞാൻ പറഞ്ഞു വെച്ചേക്കണം നടക്കില്ല. അപ്പൊ അവസാനം എന്തായി? എനിക്കങ്ങ് ദേഷ്യം വന്നില്ലേ. എനിക്ക് ദേഷ്യം വന്നിട്ട് 1 പറഞ്ഞ് 2 പറഞ്ഞ് പിന്നെ വാക്കേറ്റമായി കയ്യേറ്റമായി. ഞങ്ങൾ നിലത്ത് കിടന്നങ്ങ് ഉരുളുമ്പോ ഇങ്ങനെ പൊടി പറക്കും. ഞാൻ മേളിൽ, ഇവൻ താഴെ. വീണ്ടും കെട്ടിപ്പിടിച്ച് കിടന്ന് ഉരുളും, പൊടി പറക്കും. ഞാൻ മേളിൽ, ഇവൻ താഴെ. വീണ്ടും വീണ്ടും പൊടി പറക്കും. ഞാൻ മേളിൽ, ഇവൻ താഴെ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. കോട്ടപ്പുറം സുലൈമാനാണെങ്കിൽ ചേട്ടൻ എന്തായാലും മോളി വരില്ല, താഴെ തന്നെ ആയിരിക്കും. കാരണം അത്രയും അഭ്യാസിയല്ലേ പുള്ളി. നീ എന്താറിഞ്ഞിട്ടാ പറഞ്ഞ? എടാ അവന്റെ ഒറ്റ തൊഴുക്ക് ഞാൻ മരത്തിന്റെ മേളിൽ, അവൻ മരത്തിന്റെ താഴേന്ന്. മരത്തെ കയറാനുള്ള ശൈലി ഇല്ലാത്തോണ്ട്, അവൻ അറിയില്ലാത്തോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ശരി. നീ എന്റെ ആശാന്റെ നേർച്ചക്കോഴിയാ. നീ നോക്കിക്കോ, ചെവിയിൽ നുള്ളിക്കോ, കടുക്കന്റെ ഇപ്പുറത്ത്. ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു, ഈ ഷാജി പാപ്പാന്റെ ഇതൊന്ന് രക്ഷപ്പെടാനായിട്ട് എന്താ ഏട്ടാ ഒരു പ്രതിവിധി? പ്രതിക്ക് വിധി പറയാൻ ഞാൻ ആരടാ? ജഡ്ജിയാണോ? ഞാൻ ഗേറ്റിന്റെ അവിടെ എന്റെ ആശാന്റെ കാവൽ നായായിട്ട് ഞാൻ അവിടെ ഇടണം. ആശാൻ വരുമ്പോ ഒന്ന് കൊരക്കണേ ഏട്ടാ. ആശാൻ വരുമ്പോ ഒന്ന് കൊരക്കണേ.